ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹൈ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല മോനെ. വരൂ വാ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ എല്ലാവരും വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ കാരണം പ്രിയനുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഞാൻ വീണ്ടും ക്ഷമ ചോദിക്കുക. അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ സാർ. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്താ കാര്യം? ഇത് തുളസി, പ്രിയന്റെ മുറപ്പെണ്ണ. സോറി, ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ മറന്നു. ഇദ്ദേഹം സേനൻ. നമസ്തേ. പാർവതിയുടെ നാട്ടുകാരനാണ്. ഇവൻ അവളുടെ ആളാണോ? കാണാൻ കൊള്ളാലോ. അവക്ക് ഇവനെ തന്നെ അങ്ങ് സെറ്റാക്കിയാ പോരെ. വെറുതെ എന്തിനാ എന്റെ പ്രിയഞ്ചേട്ടനെ തട്ടിയെടുക്കുന്നേ? ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹലോ, എന്താ വരില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഒരു മര്യാദയൊക്കെ വേണ്ടേ? എന്നാൽ ഇന്ന് മുതൽ നീ ജോലിക്ക് വരണ്ട. എന്താ എന്താ പ്രശ്നം? ആ ജോലിക്കാരിയാ രാവിലെ വരാന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പൊ വിളിച്ച് പറയാ ഇന്ന് വരില്ലാന്ന്. വിരുന്നിന് വന്നവർക്ക് ഞാനിനി എന്തെടുത്തു കൊടുക്കും? അത്രേ ഉള്ളൂ. നീ വെറുതെ വിഷമിക്കാതെ നമുക്ക് കാറ്ററിംഗുകാരെ വിളിച്ചു പറയാം. അവരെ ഏൽപ്പിച്ച നല്ല ഒന്നാന്തരം ഓണസദ്യ ഉണ്ടാക്കി കൊണ്ടുവരും. ഓണമായിട്ട് കാറ്ററിംഗുകാരുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നത് ശരിയാണോ? ഇനിയും സമയമുണ്ടല്ലോ. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എല്ലാവർക്കും വേണ്ട ഭക്ഷണം ഞാൻ ഉണ്ടാക്കിക്കോളാം. അയ്യോ, വിരുന്നുകാരായി വന്ന നിങ്ങളെ കൊണ്ട് പാചകം ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ. ഞങ്ങൾക്കും കൂടി കഴിക്കാനുള്ള ഭക്ഷണമല്ലേ ഉണ്ടാക്കുന്നേ. പ്രിയൻചേട്ടന് കൈലാഷ് സാറിനോടും കുടുംബത്തോടുമുള്ള നന്ദിയെക്കുറിച്ച് പ്രിയൻചേട്ടൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഏട്ടന്റെ മനസ്സെനിക്കറിയാം. നിങ്ങളെ സഹായിക്കണമെന്ന് പ്രിയൻചേട്ടൻ കൂടുതൽ ആഗ്രഹിക്കുന്നേ. തുളസിയെ സഹായിക്കാൻ ഞാനും കൂടെ. താങ്ക് യു മോളെ. ബാ, ഞാൻ നിനക്ക് അടുക്കള കാണിച്ചു തരാം. കൈലാഷ്, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം മോളെ. ഈ ഹാഫ് സാരി ഞാൻ ഉടുത്തിട്ട് എങ്ങനെയുണ്ട് കൈലാഷ്? ഓക്കെ. അല്ല, പാർവതി വന്നില്ലേ? ഞാൻ അവളെ പ്രത്യേകം വിളിച്ചാണല്ലോ.